അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട് നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കെ സുരേന്ദ്രനും അടങ്ങുന്ന ഒരു വലിയ മാഫിയ സംഘം കേരളത്തിലെ BJP നേതൃത്വത്തിലുണ്ട്. അവരുടെ താല്പര്യമാണ് വിവിധ ജില്ലകളിൽ അത് ഇവിടെ മാത്രമല്ല. ഇപ്പൊ തൃശ്ശൂരിൽ നമ്മുടെയൊക്കെ ചർച്ചയ്ക്ക് വരുന്ന, എന്റെ നേരത്തെ സഹപ്രവർത്തകനായിരുന്ന നിങ്ങളുടെ മാധ്യമ ചർച്ചകളിലൊക്കെ വരുന്ന അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നേരെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ആഫീസിനകത്ത് മർദ്ദിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നാണല്ലോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. കസേര എടുത്ത് അദ്ദേഹത്തിനെ അടിക്കാൻ പോയി എന്ന രീതിയിലൊക്കെ വാർത്തകൾ കണ്ടു. വളരെ ദൗർഭാഗ്യകരല്ലേ? ഗോപാലകൃഷ്ണൻ വളരെ സീനിയർ നേതാവാണ്. അദ്ദേഹത്തെ പോലും വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി മർദ്ദിക്കാൻ പോയി എന്ന രീതിയിൽ മാധ്യമങ്ങളാണ് വാർത്തകൾ പുറത്തുവിട്ടത്. അപ്പൊ അത്തരം വാർത്തകൾ പുറത്തു വരുന്നു. അപ്പൊ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇത് പാലക്കാട്ടെ മാത്രം പ്രശ്നമല്ല, ഇത് സുരേന്ദ്രന്റെ ഒരു കോക്കസ് ഉണ്ട് കേരളത്തിലുടനീളം. അവർ ആ പാർട്ടിയെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ പാർട്ടിയുടെ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ച് കാലങ്ങളായി ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നേ. അപ്പൊ സ്വാഭാവികമാണ്. ഇത് ജനാധിപത്യം എവിടെയും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. ജനാധിപത്യം എവിടെയും അപ്ലൈ ചെയ്തിട്ടില്ല. മറിച്ച് ഏകാധിപത്യപരമായ രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകളെ നിയമിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. BJP നന്നാക്കൽ എന്റെ ചുമതലയൊന്നുമല്ല. BJP നന്നാവാനും പോകുന്നില്ല. ഒരു ചോറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നന്നാവാത്തൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കെങ്കിലും വിട്ടുപോരണമെങ്കിൽ എന്റെ പഴയകാല സുഹൃത്തുക്കൾ വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലപാട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ആ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ നിലപാട് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. പാലക്കാട് വിഷയമായിരുന്നു ഇന്ന് മാതൃഭൂമി ചാനലിലെ ചർച്ച. ആ ചർച്ചയിൽ സന്ദീപ് വാര്യരോട് ചോദിച്ചിരുന്നത് പാലക്കാട്ടെ BJP പ്രവർത്തകരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടോ, അവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു അവർ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് വരികയാണെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കും എന്നാണ് താൻ കരുതുന്നത്. അത് മാത്രമല്ല, ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുവരികയും വേണം എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇനിയും കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പ്രിയങ്ക ഗാന്ധിയും എല്ലാം BJP കാണുന്നത് വേറൊരു ഈ ശൈത്താൻ കുരിശു കൊണ്ട പോലെയാണ്. എന്ന് വെച്ചാൽ അവരുടെ പേര് എവിടെ കിട്ടിയാൽ എവിടെ കണ്ടാലും അവരുടെ പേര് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് സഹിക്കത്തില്ല. അവർ വായി വരുന്നത് എന്തും വിളിച്ചു പറയും. ഇതില് സോണിയാഗാന്ധി ഈ ചർച്ചയിൽ മദാമ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് BJP സഹയാത്രികൻ ഷാബു പ്രസാദിനെ കണ്ടം വഴി ഓടിച്ചെന്ന് പറഞ്ഞാല് നല്ല വൃത്തിയായിട്ട് കണ്ടം കാണിച്ചു കൊടുത്തിട്ടുണ്ട് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ നല്ല കൊള്ളുന്ന രീതിയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഷാബു പ്രസാദ് അങ്ങനെ ഒരു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവതാരക എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ പാടില്ലെന്ന്. അപ്പൊ അവതാരകയോട് ഷാബു പ്രസാദ് തട്ടിക്കയറുന്നുണ്ട്. തട്ടിക്കയറുമെന്ന് വെച്ചാൽ ഇതെന്തോ നിരോധിച്ച വാക്കൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറുന്നുണ്ട്. അപ്പോഴാണ് സന്ദീപ് വാര്യർ അതിനായിട്ട് ഇടപെടുന്നത്. സന്ദീപ് വാര്യർ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഈ ചർച്ചയിൽ ആദ്യം ഇപ്പൊ നമ്മൾ കേട്ട് കാണും, ഈ BJPക്ക് വേണ്ടി ഒരുപാട് ട്രോളുകളും ഒരുപാട് നെഗറ്റീവായ തെറികളൊക്കെ കേട്ട ഒരു മനുഷ്യനാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. പട്ടണം ഗോപാൽ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് വിളിക്കുകയും ചെയ്യും. ഈ ഗോപാലകൃഷ്ണനെ തൃശ്ശൂര് BJPയുടെ ജനറൽ സെക്രട്ടറി അടിക്കാൻ കസേര എടുത്തെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു. അപ്പൊ BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് വർഗീയത പറഞ്ഞ് ട്രോളുകൾ ഏറ്റുവാങ്ങി കിടക്കുന്ന ഗോപാലകൃഷ്ണന്റെ അവസ്ഥ ഇതാണ്. അതിനെക്കുറിച്ചും സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. ഇതൊരു സീനിയർ നേതാവല്ലേ, അവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും ആ പാർട്ടി നന്നാക്കാൻ ഞാൻ ആളല്ല. ഈ മാരാർജി ഭാഗം ചുറ്റിനും ചൂലെടുത്ത് അടിച്ചു ചേർത്താനൊന്നും ഞാനില്ല. നന്നാക്കുന്നെങ്കിൽ നന്നാകട്ടെ എന്നാണ് പറയുന്നത്. സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിക്കുന്നത്, മദാമ എന്ന അഭിസംബോധന ഷാബു പ്രസാദ് അഭിസംബോധന ചെയ്യുന്നതും അതിന് തക്കതായ മറുപടി കൊടുക്കുന്ന സന്ദീപ് വാര്യറും. നമുക്ക് എന്തായാലും ആ ചർച്ച ഒന്ന് കേൾക്കാം. അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എന്റെ തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു, അന്തസ്സായിട്ട് പണിയെടുത്താണ് മിസ്റ്റർ ഇരിക്കുന്നത്. അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പണിയെടുത്ത് ജീവിക്കുന്ന, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക്, പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത്. അതിനെ ഞാൻ അത് അർഹിക്കുന്ന ആ ഒരു പരിഗണനയെ അതിന് കൊടുക്കുന്നു. പിന്നെ വേറൊന്ന് അദ്ദേഹം പറഞ്ഞ, എനിക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് BJPയെ അറിയില്ല, അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റംസിനെ അറിയില്ല. അവരും ഒരു കാര്യം പറഞ്ഞോട്ടെ, അദ്ദേഹം ഈ ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞല്ലോ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയോടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മദാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത്. 98 കേസരിയെ എങ്ങനെയാണ്
അല്ലെന്താ മോശമാണോ, അശ്ലീലമാണോ? ഒന്നുമല്ലല്ലോ. എന്താ അശ്ലീലമാണോ? എന്താ അത് നിരോധിക്കപ്പെട്ട വാക്കാണോ? നിരോധിക്കപ്പെട്ട വാക്ക് എന്നുള്ളതല്ല, അത് അങ്ങ് വളരെ ബഹുമാനത്തോടെ ഉപയോഗിച്ചൊരു വാക്കാണോ? അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. ബഹുമാനത്തോടെ ഉപയോഗിച്ച വാക്കാണോ? സീതാറാം കേസരി എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തു വരുന്ന വാക്കുകൾ. ആയിക്കോട്ടെ. ആ പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്ന പുറത്തു വരുന്ന വാക്കുകൾ. ഒരു പ്രസാധകനാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നതമായ നിലവാരം വിശ്വസിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തേക്ക് നിർമ്മിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ നിലവാരം എന്ന് പറയുന്നത്. പിന്നെ കുരുക്ഷേത്ര പ്രകാശനം അദ്ദേഹം എങ്ങനെ പുറത്തായെന്നൊന്നും എന്നോട് പറയിപ്പിക്കണ്ട. RSS എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി, കുരുക്ഷേത്ര പ്രകാശനം അടിച്ചു പുറത്താക്കി, ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശനെ എങ്ങനെ പുറത്താക്കി RSS എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം വന്ന RSSനെതിരെ വിമർശിക്കുന്ന ആളാണല്ലോ. അന്ന് അദ്ദേഹം RSS നേതാക്കളെ പുലഭ്യം പറഞ്ഞു നടന്നിരുന്ന ആളാണല്ലോ. കുരുക്ഷേത്ര പ്രകാശനം അങ്ങേ അടിച്ചു പുറത്താക്കിയപ്പോ അങ്ങ് RSS നേതാക്കളെ പുലഭ്യം പറഞ്ഞ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട. അങ്ങനെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട. അങ്ങ് വ്യക്തിപരമായി ആക്ഷേപിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങയോട് യാതൊരു എതിർപ്പില്ല. കാരണം അങ്ങയുടെ പണിയെടുപ്പ് എന്താ നന്നായിട്ട് നമുക്കറിയാം. അങ്ങയുടെ പണി എന്താ നന്നായിട്ട് അറിയാം. അങ്ങയുടെ പണി എന്താണ് നന്നായിട്ട് RSS കൊണ്ടാണ് പുറത്താക്കിയത്. നിങ്ങൾക്ക് വലിയ RSS നടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പുറത്താക്കിയതല്ലേ, നിങ്ങളെ കുരുക്ഷേത്ര പ്രകാശനം അടിച്ചു പുറത്താക്കിയതല്ലേ. കുരുക്ഷേത്ര പ്രകാശനം എന്ന് പറയുന്ന RSSന്റെ പ്രസിദ്ധീകരണത്തെ അടിച്ചു പുറത്താക്കിയതാ മാധു. അടിച്ചു പുറത്താക്കിയതിന്റെ കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയുന്നില്ല, അത് അവര് പറഞ്ഞോട്ടെ. അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് കള്ളന്മാര് തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവര് തമ്മിൽ തീർത്തോട്ടെ. അത് അവരുടെ പ്രശ്നമാണ്. കുരുക്ഷേത്ര പ്രകാശനം എങ്ങനെ നഷ്ടപ്പെട്ടു, എങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഭാഷയും കേട്ടല്ലോ. വീരവാദം പറയരുത്. RSSന്റെ പ്രസിദ്ധീകരണ സ്ഥാപനത്തെ അടിച്ചു പുറത്താക്കിയ ഒരാള് വീരവാദം പറയരുത്, വീരസ്യം പറയരുത് എന്നേ പറയുന്നുള്ളൂ. വീരവാദവും വീരസ്യവും പറയരുത്. ഇയാളൊരു കോപ്പുമല്ല, ഇയാളൊന്നുമല്ല. ഇയാളെ പുറത്താക്കിയതാണ് RSS. ഇയാളെ RSS പ്രസിദ്ധീകരണ സ്ഥാപനം പുറത്താക്കിയതാ. കുരുക്ഷേത്ര പ്രകാശനം പുറത്താക്കിയ ആളാണ്. അതിലപ്പുറം ഒന്നുമല്ല. ഇയാളൊന്നുമല്ല. ഇയാൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? പുറത്താക്കിയതുകൊണ്ടാണ്. അവിടുന്ന് മൃഷ്ടാനം പൂജിച്ച് ജീവിക്കുകയായിരുന്നു. കുരുക്ഷേത്ര പ്രകാശനം മൃഷ്ടാനം പൂജിച്ച് അതിനെ മുഴുവൻ നഷ്ടത്തിലാക്കി തകർച്ചയിലേക്ക് നയിച്ച് അവിടെ പുറത്താക്കപ്പെട്ട ആളാണ്. അതൊന്ന് പുറത്താക്കി എന്നെ ചോദിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ തിരിച്ചു കിട്ടും. ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് BP കൂടണ്ട. നിങ്ങൾ ടെൻഷൻ ആവണ്ട. വെള്ളി വീഴുന്നുണ്ട്. നിങ്ങൾ ശബ്ദം വെള്ളി വീഴുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട. BP കൂടണ്ട. മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. BP കൂടണ്ട. വെള്ളം കുടിക്കാൻ കൊടുക്കാൻ ടെൻഷൻ ആവണ്ട. ഒരു മനുഷ്യൻ വെള്ളം കൊടുക്കും. വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പുറത്താക്കി എനിക്കറിയാം. നിങ്ങൾ ഒരേ മാലിന്യം കളിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾ എന്നെ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നിങ്ങൾ തിരിച്ച് അങ്ങോട്ടും അടിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ കേട്ടോ, നിങ്ങൾ തിരിച്ചു നിങ്ങളോട് വലിയ ആളല്ലേ. നിങ്ങളൊന്നുമല്ല, നിങ്ങളൊന്നുമല്ല, നിങ്ങളൊന്നുമല്ല. നിങ്ങൾ കീഴടക്കാത്തോണ്ടല്ലേ അതിൽ വ്യക്തിപരമായ പറ്റും. അയാളെ ഷുഗർ ലെവൽ കാണു പോകുന്നുണ്ട്. അയാളെ സഹായിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വെള്ളം കൊടുക്കും. ശബ്ദങ്ങളെ വെള്ളി കണ്ടില്ലേ മാധു ഇയാളെ മനോരോഗികളെ ചർച്ചയ്ക്ക് വിളിച്ചു. ഇയാള് മനോരോഗിയാണ്. തനി മനോരോഗിയാണ് മാധു. അങ്ങനല്ലേ നിങ്ങൾ
ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്തോടെ ജീവിക്കുന്നത്. അല്ലാതെ നാട്ടുകാരെ പറ്റിച്ചല്ല. കാരണം സന്ദീപ് വാര്യരോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴത്തേക്ക് സന്ദീപ് വാര്യർ മനോരോഗിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കടന്ന് സാധാരണ BJP-ക്കാരുടെ അതേ സെയിം ഇത് തന്നെ പറഞ്ഞ് അങ്ങോട്ട് ഊരാൻ ശ്രമിക്കുന്നുണ്ട് ഷാബു പ്രസാദ്. എന്തായാലും ഷാബു പ്രസാദിന് വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഷാബു പ്രസാദിനെ കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. RSSന്റെ കാര്യത്തിൽ നിന്ന് അടിച്ചിറക്കിയതാണ്. ഇപ്പൊ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാണ്. അവിടെ എന്തുകൊണ്ടാണ് അടിച്ച പുറത്താക്കിയെന്ന് എനിക്കറിയാം. പുള്ളിക്ക് ഉത്തരം മുട്ടുന്നുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവര് വിചാരിച്ചത് കോൺഗ്രസിൽ അവിടെ വന്ന് കയറിയിരിക്കും, ആരും മൈൻഡ് ചെയ്യില്ല, സന്ദീപ് വാര്യർ ഒരു വഴിക്കൂടെ അങ്ങ് പൊക്കിയോളും തീർന്നോളും എന്ന് വിചാരിച്ചെടുത്ത് സന്ദീപ് വാര്യർ ഒരു ഫിനിക്സ് പക്ഷിയപ്പ് പോലെ പറഞ്ഞു നടക്കുവാണ് ഇപ്പൊ കോൺഗ്രസിൽ. എന്നുവെച്ചാൽ വിദ്വേഷമുള്ള രാഷ്ട്രീയത്തിൽ നിന്നും ജനാധിപത്യമുള്ള ഒരു സംഘടനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, മതേതര സംഘടനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ ആകെ ആള് മാറി. സന്ദീപ് വാര്യർക്ക് ഇപ്പം പോകുന്നിടത്തെല്ലാം നല്ല സ്വീകരണമാണ് ലഭിക്കുന്നത്. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ BJP-ക്കാർക്ക് സഹിക്കുമോ? BJP-ക്കാർ എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ വന്ന് ഇതൊക്കെ തീർന്നു വെക്കോളും എന്ന് വിചാരിച്ചിടത്തുനിന്ന് പറന്നുയർന്ന ആളാണ് ഈ സന്ദീപ് വാര്യർ. അപ്പം ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരെ എവിടെ കിട്ടിയാലും മോശമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷെ ഇന്ന് സന്ദീപ് വാര്യർ എടുത്തിട്ട് ഉടുത്തു എന്ന് തന്നെ വേണം പറയാം ഷാബു പ്രസാദിന്. അതന്നെ ഇവര് വ്യക്തിപരമായിട്ട് സോണിയാഗാന്ധിയെ അവമാനിച്ചു. നേരത്തെയും അവർ പറയുന്ന ഡയലോഗ് തന്നെയായിരുന്നു ഈ പറഞ്ഞത്. അത് ഇന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആദ്യം മാധു ചാനലിലെ മാധു ഇടപെട്ടു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ മാധുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ഷാബു പ്രസാദ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സന്ദീപ് വാര്യർ ഇടപെട്ട് എന്തായാലും ഷാബു പ്രസാദിന് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ദിവസം ഊണൊന്നും കൊടുക്കണ്ട. ഈ പറഞ്ഞ പോലെ BP-യും ഒക്കെ ഉള്ള ഷുഗറും ഒക്കെ ഉള്ള ആളാന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് മരുന്നൊന്നും കഴിക്കേണ്ടി വരത്തില്ല. എന്തായാലും അത്യാവശ്യത്തിനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് സന്ദീപ് വാര്യർ. ഇങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ BJP ചർച്ചകളിലേക്കൊക്കെ വിടുന്നത്. എന്ത് പറയണം, എന്തെടുക്കണം എന്നൊന്നും അറിയത്തില്ല. വിദ്വേഷം മാത്രം മനസ്സിൽ വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കൂടുതലും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചാനലുകൾ വരുന്ന മിക്ക BJP-ക്കാരും വിദ്വേഷം മനസ്സിൽ നിറച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. ഒരാളോടുള്ള വിദ്വേഷം, അല്ലെങ്കിൽ ഒരു പാർട്ടിയോടുള്ള വിദ്വേഷം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോടുള്ള വിദ്വേഷം, ഒരു സമുദായത്തിനുള്ള വിദ്വേഷം, ഇതൊക്കെ നിറച്ചുകൊണ്ടാണ് ഇവർ വന്നിരുന്നിട്ട് ചാനൽ ചർച്ചയിൽ ഘോര പ്രസംഗിക്കാൻ വരുന്നത്. എന്തായാലും വരുന്നവരെല്ലാം തേഞ്ഞു പോകാറുണ്ട്. അതുപോലെ ഷാബു പ്രസാദും ഇന്ന് തേഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സന്ദീപ് വാര്യർ ശരിക്കും അങ്ങ് തേച്ചു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.